ക്ലിനിക്കൽ ആൻഡ് ബയോകെമിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് മെയിൽ ഹോർമോൺ ഉണ്ടാകുന്നതാണ് ഈ മുഖക്കുരുവും മുടിയൊക്കെ വരുന്നത്. അതേമാതിരി ഇന്ന് കൺസംഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ മൈദ അങ്ങനെയായിട്ടുള്ള എല്ലാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോഴും എഗെയിൻ ഈ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻറ്റർ പിറവത്തിലെ ഗൈനക് വിഭാഗത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 28 കൊല്ലമായി എറണാകുളം ജില്ലയിലെ പല പ്രമുഖ ആശുപത്രികളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. PCOD എന്നാൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. പല പെൺകുട്ടികൾക്കും, ടീനേജേഴ്സിനും അതേമാതിരി യങ് അഡൾട്ട്സിലും ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഓവറിയിൽ PCO മോർഫോളജി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഈ PCO മോർഫോളജി? ഈ ഓവറിയുടെ ഉള്ളിൽ സാധാരണഗതിയിൽ ഒരു അണ്ഡം മാത്രമാണ് വലുതായി 14ാമത്തെ ദിവസം അത് വിരിയേണ്ടത്. പക്ഷേ PCO മോർഫോളജി ഉള്ള പെൺകുട്ടികളിൽ അനേകം അണ്ഡങ്ങൾ സെയിം സൈസിൽ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ താഴെയുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അങ്ങനെ ഒരു അണ്ഡം ലീഡ് റോഡ് എടുക്കുകയും അത് എഗ്ഗ് വിരിയുകയും ചെയ്യുന്നില്ല. അതിനെയാണ് PCO മോർഫോളജി എന്ന് പറയുന്നത്. എന്നാൽ PCOD എന്ന് പറയുമ്പോൾ ഇതിൽ 2-3 ക്രൈറ്റീരിയയും കൂടി ആഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ സ്കാൻ റിപ്പോർട്ട് ഒരു ക്രൈറ്റീരിയ മാത്രമേ ആകുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാകുകയും അതേമാതിരി മുഖത്ത് മുടി വളരുകയോ അല്ലെങ്കിൽ മുഖക്കുരു, ക്ലിനിക്കൽ ആൻഡ് ബയോകെമിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് മെയിൽ ഹോർമോൺ ഉണ്ടാകുന്നതാണ് ഈ മുഖക്കുരുവും മുടിയൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ആ സിംറ്റംസ് കാണിക്കുകയും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മളതിനെ PCOD എന്ന് വിളിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമാണ്. നോർമലി ഒരു സ്ത്രീയുടെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ പീരീഡ്സ് വന്ന ഫസ്റ്റ് ഡേ മുതൽ ഈസ്ട്രജനാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് 2 ഹോർമോണുണ്ട്. ഈ സെക്കൻഡ് ഹോർമോണിൻ്റെ പേരാണ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോൺ ആണ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹോർമോൺ. അപ്പോൾ അണ്ഡം വിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ PCOD ഉള്ള പെൺകുട്ടികളിൽ പലരിലും ഈ എഗ്ഗ് വിരിയുന്നില്ല അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നില്ല. അതിൻ്റെ കാരണമായി ഈ സെക്കൻഡ് ഹോർമോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ശരീരത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ ഈസ്ട്രജൻ കൂടി നിൽക്കുകയും ഈസ്ട്രജൻ എക്സസ് വരികയും അങ്ങനെ അവർ ഒരു ഹോർമോൺ ഇംബാലൻസിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ കൂടി നിൽക്കുന്നു, പ്രൊജസ്ട്രോണിൻ്റെ അഭാവം അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്രൊജസ്ട്രോൺ. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ നിന്ന് പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഒരു പരീക്ഷ വന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ മതി, ഓവുലേഷൻ നിന്ന് പോവും. അങ്ങനെ ഓവുലേഷൻ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എഗ്ഗ് വിരിയില്ല, അപ്പോൾ പ്രൊജസ്ട്രോൺ വരില്ല. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു, പീരീഡ്സ് ഡിലേ ആവുന്നു. ചിലപ്പോൾ അത് 2 മാസം 3 മാസം 6 മാസം വരെ പീരീഡ്സ് ഡിലേ ആകുന്നു. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഈ പെൺകുട്ടിയിൽ ഹോർമോൺ ഇംബാലൻസിൻ്റെ ഒരു അവസ്ഥയാണ്. ഇതിനോടൊപ്പം തന്നെ പീരീഡ്സ് ഡിലേ ആവുമ്പോൾ വെയിറ്റ് ഗെയിനും ഉണ്ടാകുന്നു. അപ്പോൾ ഈ PCODയുടെ ബേസിക് റീസൺ എന്താണ്? ഇതിനൊരു ജനിതകമായൊരു കോമ്പണൻ്റ് ഉണ്ട്, ജനറ്റിക് കോമ്പണൻ്റ് ഉണ്ട്. അത് എക്സ്പോസ് ആകുന്നത് നമ്മുടെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് വരുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻവയറമെൻ്റൽ ഫാക്ടർ നമ്മുടെ സ്ട്രെസ്സ് തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മളെല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്നതാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അതേമാതിരി ഇന്ന് കൺസംഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ മൈദ അങ്ങനെയായിട്ടുള്ള എല്ലാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോഴും എഗെയിൻ ഈ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ റെസിസ്റ്റൻസ് എന്നുള്ള ഹൈ റെസിസ്റ്റൻസ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കറൻറ്റ് കടത്തിവിടില്ല. അതേമാതിരി ഈ PCOD ഉള്ള പെൺകുട്ടികളിൽ ബ്ലഡിലുള്ള ഈ ഗ്ലൂക്കോസ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഗ്ലൂക്കോസിന് സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും PCOD ഉള്ള പെൺകുട്ടികളിൽ മെറ്റ്ഫോമിൻ എന്ന ഗുളിക, ആക്ച്വലി പറഞ്ഞാൽ മെറ്റ്ഫോമിൻ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്ന ഗുളികയാണ്. പക്ഷേ ഈ സെയിം മെറ്റ്ഫോമിൻ ഈ PCOD ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ അതേ പെത്തോളജിയാണ് PCODയിലും ഉള്ളത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, അതുകൊണ്ട് ബ്ലഡിലെ ഷുഗർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം മെറ്റ്ഫോമിൻ തരത്തിലുള്ള ഗുളികകൾ കൊടുക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. മെറ്റ്ഫോമിൻ ഒരിക്കലും നോർമൽ ബ്ലഡ് ഷുഗർ ലോ ബ്ലഡ് ഷുഗറിലേക്ക് കൊണ്ടുപോകില്ല. എന്ന് വെച്ചാൽ ഒരു നോർമൽ പേഷ്യൻ്റ് മെറ്റ്ഫോമിൻ കഴിച്ചാൽ അവർ ലോ ബ്ലഡ് ഷുഗറിലേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട. മെറ്റ്ഫോമിൻ അത് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും PCODയുടെ ഈ ബയോകെമിക്കൽ ഇവൻസിനെ നമുക്ക് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫൈബർ റിച്ച് ഡയറ്റ്, പ്രോട്ടീൻ ഡയറ്റ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോസസ്ഡ് ഫുഡൊക്കെ നന്നായിട്ട് കട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് PCODനെ ഓവർകം ചെയ്യാൻ പറ്റുക. ഇനി തൈറോയിഡിനെ പറ്റി ഒരു വാക്ക് പറയണം. കേരളത്തിൽ തൈറോയിഡ് വളരെ കോമൺ ആയിട്ട് വരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ തൈറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ കഴുത്തിൽ വലിയ മുഴയായിട്ടുള്ള തൈറോയിഡ് രോഗികളെയൊക്കെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ കേരളത്തിലുള്ള തൈറോയിഡ് അങ്ങനെ ഒരു ഗോയിറ്റർ അല്ല. ഇവിടെ അയഡിൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നമേ അല്ല നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മുടെ കേരളത്തിലുള്ളത് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അല്ലെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു, അത് ഈ തൈറോയിഡ് ഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഈ തൈറോയിഡ് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ് ഓഫ് തൈറോയിഡ് പ്രോബ്ലം ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷനാണ്. അപ്പോൾ തൈറോക്സിൻ ഗുളിക കഴിച്ചാൽ അത് മാറ്റാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യവും കൂടിയുണ്ട്. നമ്മൾ വെറുതെ വെയിറ്റ് കൂടിയാൽ ഈ ആൻറ്റിബോഡിയുടെ ആബ്സെൻസിൽ തന്നെ TSH കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഈ വെയിറ്റ് ഗെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് TSH കൂടുതലാണ്. സപ്പോസ് ഒരു പെൺകുട്ടി 10-15 കിലോ പെട്ടെന്ന് കൂടുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ഹൈപ്പോതൈറോയിഡിസം വരുന്ന കണ്ടിട്ടുണ്ട്. അതിനും സെയിം ഈ തൈറോക്സിൻ ഗുളിക തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ PCOD പെൺകുട്ടികളിൽ നമ്മൾ നിർബന്ധമായിട്ട് TSH ലെവൽ നോക്കുകയും TSHൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ PCODയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.